സിസ്റ്ററെ, ഈ മദ്യം ഉണ്ടല്ലോ, ഈ വിഷം ഇത് നമ്മൾ വാങ്ങരുത്, കൊടുക്കരുത്, കുടിക്കരുത്, വിൽക്കരുത്. സത്യം. സിസ്റ്റർക്കറിയോ, എൻ്റെ ജീവിതം തകർത്ത വിഷമാണ് ഈ മദ്യം. അതെ, മദ്യപാന ആരോഗ്യത്തിന് ഹാനികര. നിനക്കറിയോ സ്നേഹേ, നമ്മുടെ അടുത്ത സഭ ഇത് ശുദ്ധ നിരകേടാ. ഇപ്പം എനിക്ക് ചോദിച്ചില്ല എന്നുണ്ടെങ്കിലേ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. പിന്നെ എപ്പോഴും ചോദിക്കാനും പറ്റുന്ന വരില്ല. എടാ നാറി, എന്നോട് ആര് പറഞ്ഞു ഞങ്ങളുടെ മദർ സുപ്പീരിയറിന് കയറി പ്രേമിക്കാൻ? എടി ഞാൻ പ്രേമിച്ചതല്ല, പിന്നെ എടി അവരാണ് എന്നെ കയറി പ്രേമിച്ചത്. ഓ പിന്നെ ഞങ്ങളുടെ മദർ ആരെയും അങ്ങോട്ട് കയറി പ്രേമിക്കില്ല. ആ പുണ്യാളത്തി, നിനക്ക് അറിഞ്ഞൂടാ അവളെ. ഇവര് പോസിറ്റീവ് രക്തം മൂന്തി കുടിക്കണം വെറും ഡ്രാക്കുളയാണ് അവള്. എടാ, ഒരു ചെമ്മാച്ചന്റെ വായിന്ന് വരുന്ന വർത്താനാണിത്. സോറി ഭർത്താവേ, ഇനി കുഴപ്പമില്ല. എടാ, എന്താ നിന്റെ ശരിക്കും പ്രശ്നം? പിന്നെ നിന്റെ പ്രശ്നമൊക്കെ തന്നെ. അല്ല, നിനക്ക് എന്തിനാ കഴിഞ്ഞ ആഴ്ച മിണ്ടാർന്ന് കിട്ടിയത് ഒന്ന് പറഞ്ഞേ. അത് പിന്നെ കന്യാസ്ത്രീ മഠത്തിൽ നെറ്റ്ഫ്ലിക്സ് സീരീസ് കണ്ടിരുന്നു. ബെസ്റ്റ്. നിനക്കൊരു കാര്യം അറിയോ, എന്നെ മദ്യപാനാക്കിയതേ ആ ഡ്രാക്കുളയാ. എങ്ങനെ? ഈ കുർബാനയ്ക്ക് കൊടുക്കാനുള്ള വീഞ്ഞുണ്ടല്ലോ, അത് എൻ്റെ കയ്യിൽ തന്നുവിട്ട് എന്നെ പ്രേരിപ്പിച്ചിട്ട് എന്നെ മദ്യപാനിയാക്കി. അടാ, നിന്റെ വർത്താനം കേട്ടതൊന്നും അവർ നിന്റെ അണ്ണാക്കിലേക്ക് വീഞ്ഞൂപ്പി കുത്തിക്കേറ്റിട്ട് നിന്നെ കുടിപ്പിച്ച് കിടത്തിയതാന്ന്. ആയിരിക്കാം, പക്ഷെ നിനക്കൊരു കാര്യം അറിയാം, ഈ കുറ്റം ചെയ്യണ പോലെ തന്നെ കുറ്റാണ് എന്ത് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കണത്. മനസ്സിലായോ? എടാ, ഇക്കാര്യത്തിൽ എനിക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അത് ശരി. അത് നിനക്ക് കുറ്റം പറഞ്ഞാ നീ രണ്ട് അപരാധം പറഞ്ഞിട്ട് നീ കള്ളു കുടിച്ചാൽ മതി. ഒന്നുമില്ല, എൻ്റെ കള്ളു മേടിച്ച് കുടിക്കുമ്പോൾ എനിക്ക് സന്തോഷം രണ്ട് വർത്തമാനം പറയണ്ടേ. ചുമ്മാ. എടാ, പെരുന്നാൾ കുർബാനയ്ക്ക് വെച്ച വീഞ്ഞ് മൊത്തം എടുത്ത് കുടിച്ചിട്ട് പാമ്പായി കിടന്നിട്ട് നീ ഒരുമാതിരി സോക്രട്ടീസിന്റെ വർത്തമാനം പറയരുത് കേട്ടോ. എടി സ്നേഹം, ഞാനവളെ സ്നേഹിച്ചു പോയി. എനിക്കറിയാം, ആർക്കും മനസ്സിലായില്ലെങ്കിലും മഠത്തിലെ കുശിനിക്കാരനെ പ്രേമിച്ച നിനക്ക് മനസ്സിലാവില്ല ദുഃഖം. ആ പിന്നെ ഇമാതിരി നാറിയ ദുഃഖമൊന്നും എനിക്ക് മനസ്സിലാവില്ല. നീ മദറിനങ്ങ് മറക്ക്. നിന്നെ കാത്ത് നല്ലൊരു ജീവിതമുണ്ട്. ഉണ്ടടാ. അച്ഛനായതിനു ശേഷമായിരിക്കും അല്ലേ? ഈ സ്വഭാവം വെച്ചിട്ട് നീ അച്ഛനായ കൂടുതൽ കാലം ജീവിക്കില്ല. അല്ല, അപ്പൊ ഞാൻ അച്ഛനാവണ്ട? മുഴുകുടിയനായ നീ പള്ളിയിലച്ഛനാവുന്നതിന് എനിക്ക് യോജിപ്പില്ല. അത് ശരി. അപ്പം കർത്താവ് അടിച്ചിരുന്നല്ലോ. ആ, കർത്താവ് നിന്നെ പോലെ കുർബാനയ്ക്ക് വെച്ച വീഞ്ഞ് കട്ടുപിടിക്കാറില്ല. അപ്പൊ അത്രയ്ക്ക് മോശമാണോ? സെമിനാരിൽ പട്ടി വിലയാണ്ടാ. നീ ഒന്ന് നന്നാവ്. നിനക്ക് വേണ്ടി ദൈവരാജ്യം കാത്തിരിപ്പുണ്ട്. ആ ജോസഫേ, നീ ഒരു കാര്യം ചെയ്യോ, എന്നെ ഏതെങ്കിലും ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടാക്കിയിട്ട് എന്നെ നന്നാക്കും. നിന്നെ ആക്കാൻ പറ്റിയ ഡി അഡിക്ഷൻ സെന്റർ ഇപ്പൊ ഏതാ? നീ ഒന്ന് ആലോചിക്ക്. നിന്നിപ്പോ എവിടെയാ ആക്കാ? എഴുന്നേക്ക്. വാ, എണീക്ക്. എണീക്കണോ? ആ ആ. ഇങ്ങടുത്ത് വാ. എന്തിനാ? ഇങ്ങടുത്ത് വാടാ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി എന്താണെന്നറിയോ നിനക്ക്? എന്താ? ഇതാണ് കർത്താവ് ലോകത്തിന് കൊടുത്തത്. ഞാൻ നിനക്ക് തരുന്നത്. ഇതിന് മുറുകെ പിടിച്ചോ, നീ നന്നാവും.